നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടോ? പലരും പലരുടെ വിഷൻ ബോർഡൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഇത് അച്ചീവ് ചെയ്തു, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് പലതും നേടി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഞാൻ എത്ര പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വിചാരിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്നതും ഞാൻ തൊടുന്നതും മൊത്തം നെഗറ്റീവ് ആവാണല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഒരു പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നി ഇത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും എന്നുള്ളത്. ഇതൊരിക്കലും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ മാനിഫെസ്റ്റേഷനെ കുറിച്ചോ ഉള്ളൊരു വീഡിയോ അല്ല കേട്ടോ. ശരിയാണ്, അതൊക്കെ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ചില സ്റ്റേജുകൾ ഉണ്ടാവും, ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വർക്കാവണം എന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അനിയന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത സ്കാനിങ് ആവുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് ആവുമ്പോൾ അവൻ്റെ റിസൾട്ട് ശരിയായിട്ട് വരും, അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ മുമ്പ് അതെൻ്റെ ഉമ്മയാണ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവും, തൊടുന്നതൊക്കെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഫോൺ പൊട്ടുന്നു, ഡിസ്പ്ലേ പോകുന്നു, രാവിലെ എണീറ്റ മുതലേ കാര്യങ്ങൾ ശരിയാവുന്നില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നങ്ങളുള്ളൊരു സമയത്ത് നമ്മൾക്കൊരിക്കലും പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത് ഞാൻ മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു. അപ്പം അതിലൊരു ടീച്ചർ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, അവരുടെ അച്ഛന് വയ്യാണ്ടിരിക്കുമ്പോൾ പോലും അവർ ഹോസ്പിറ്റലിൽ പോവില്ല. കാരണം അവർക്ക് ആ നെഗറ്റിവിറ്റി അറിയണ്ട, അവർ കരയില്ല, അവർ ചിരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ആ പോസിറ്റിവിറ്റിയാണ് അവർക്ക് വേണ്ടത്. സത്യമായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് എന്തിൻ്റെ പേരിലാണെങ്കിലും ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. നമ്മളൊക്കെ വെറും മനുഷ്യരാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ലാത്ത വെറും മനുഷ്യർ. കുറച്ച് കാലത്തേക്ക് ഈ ലോകത്ത് വന്ന് മരിച്ചു പോവേണ്ട മനുഷ്യരാണ്. ശരിയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പല സമയത്തും ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ജീവിതത്തിൽ ചില സമയത്ത് ചില കാലഘട്ടത്തിൽ നമ്മൾക്ക് കുറച്ച് നെഗറ്റിവിറ്റി വരാനുണ്ട്. ചില കാലഘട്ടത്തിൽ ചില സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും റെഡി ആവാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരിക്കലും നിങ്ങൾ എല്ലാവരെയും പോലെ ആവുന്നില്ലല്ലോ, എനിക്കിതൊന്നും വർക്കാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കഷ്ടപ്പെടുന്ന മനുഷ്യരെ, നിങ്ങളൊന്നും ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ പുറത്ത് ചിരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ. ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കുകൾക്കിടയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെ തോറ്റ മനുഷ്യരുടെ അല്ലെങ്കിൽ ഒന്നും വർക്കാവാത്ത മനുഷ്യരെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക. പലരും അത് തുറന്നു പറയില്ല. ചുറ്റും സക്സസ് സ്റ്റോറികളാകുമ്പോൾ പലർക്കും അത് പറയാൻ മടിയായിരിക്കും. പ്രതീക്ഷകളില്ലാതെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ ഈ വാക്കുകളൊക്കെ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.